ഹാർട്ടിന്റെ 3 ടെസ്റ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത് രോഗിക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടതായിട്ട് വരും. എന്നാലും പലപ്പോഴും പലർക്കും ഈ ടെസ്റ്റ് അത്യാവശ്യമായിട്ട് വരാറുണ്ട്. അതിന് കാരണം ഈ ടെസ്റ്റിലൂടെ മനസ്സിലാക്കാവുന്ന അസുഖങ്ങൾ ഇതിലൂടെ മാത്രമേ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. ഈ ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതും ഈ ടെസ്റ്റ് ചെയ്താലുള്ള മെച്ചം എന്താണെന്നുള്ളതും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കിയാലോ. എൻ്റെ പേര് ഡോക്ടർ അനിൽ സലീം, കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കാർഡിയോളജി. ഇതിൽ ഒന്നാമത്തെ ടെസ്റ്റ് ആർക്കാ ചെയ്യാന്നറിയോ? തലകറക്കമുള്ളവർക്കാണ്. ബാലൻസിന്റെ പ്രശ്നമൊന്നുമില്ല, ന്യൂറോളജി പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആൾക്ക് ഇങ്ങനെ തല കറങ്ങിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് കുറെ നേരം കിടന്നിട്ട് എണീക്കുമ്പോൾ തല കറങ്ങുക, ഇരുന്നിട്ട് എണീക്കുമ്പോൾ തല കറങ്ങുക, കുറെ നേരം വെയിൽ കൊണ്ടാൽ തല ഇറങ്ങി വീഴുക. ഇങ്ങനത്തെ അസുഖത്തിന്റെ പേരാണ് വാസോവാഗൽ സിൻകോപ്പി. ഹൃദയമിടിപ്പും ബിപിയും എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം. ഈ സിസ്റ്റത്തിന് ചില ആളുകൾക്ക് കേടുവരും. അത് കണ്ടെത്താനുള്ളൊരു ടെസ്റ്റിന്റെ പേരാണ് ഹട്ട് ടെസ്റ്റ്, ഹെഡ് അപ്പ് ടിൽ ടെസ്റ്റ്. ഈ ടെസ്റ്റ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് രോഗിയെ സംബന്ധിച്ചിടത്തോളം. ഒരു ബെഡിൽ കെട്ടിയിടുകയാണ് ചെയ്യുക. ഈ ബെഡ് കിടത്തുന്ന ബെഡല്ല, പലപ്പോഴും കുത്തനെ നിർത്തും, ചെരിക്കും, പല പൊസിഷനിലേക്ക് മാറ്റും. കുറെ മണിക്കൂറുകളോളം ഈ ടെസ്റ്റിന് വേണ്ടിയിട്ട് രോഗി പല പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നിർബന്ധിതരാണ്. അതേസമയം ചില ഇഞ്ചക്ഷനുകളും കൊടുക്കേണ്ടതായിട്ട് വരും. ഞാൻ മുമ്പേ പറഞ്ഞ അവസ്ഥകൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ടെസ്റ്റ് ചെയ്യല്ലാതെ മാർഗമില്ല. രണ്ടാമത്തെ ടെസ്റ്റ് കൂർക്കം വലിയുള്ളവർക്കാണ്. രാത്രി സമയത്ത് ഉറക്കം ബ്രേക്ക് ആവുക, കറക്റ്റായിട്ട് ഉറക്കം കിട്ടാതെ വരിക, ശ്വാസത്തിന് തടസ്സം രാത്രിയിൽ വരിക. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന ഒരു പ്രത്യേക അസുഖം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ അസുഖമുള്ളവർക്ക് ഹാർട്ട് ഫെയിലിയർ വരാനും BP കൂടാനും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാണാറുണ്ട്. OSA കണ്ടുപിടിക്കണമെങ്കിൽ സ്ലീപ്പ് സ്റ്റഡി ചെയ്തേ മതിയോ. ഇത് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ വെച്ചോ ഒരു സ്ലീപ്പ് ലാബ് സെറ്റ് ചെയ്യും. ഒരുപാട് വയറുകൾ, ഒരുപാട് കണക്ഷനുകൾ ശരീരത്തിൽ നിന്നും ഘടിപ്പിക്കും. എന്നിട്ട് ഉറക്കത്തിന്റെ പാറ്റേൺ, ശരീരത്തിലെ ഓക്സിജന്റെ അളവ്, ബ്രീത്തിങ് പാറ്റേൺ, ഹൃദയമിടിപ്പ് എല്ലാം ഇതിനകത്ത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. മൂന്നാമത്തെ ടെസ്റ്റ് BP ഉള്ളവർക്കാണ്. അതെന്താന്ന് വെച്ചാൽ ചില ആളുകൾക്ക് പലപ്പോഴും ഒരു സംശയം ഉണ്ടാവും, എനിക്ക് BP ഉണ്ടോ ഇല്ല എന്നുള്ളത്. അതിന്റെ കാരണം ചില സമയത്ത് BP നോക്കുമ്പോൾ ഹൈ ആയിരിക്കും, ചില സമയത്ത് നോർമൽ ആയിരിക്കും. ആശുപത്രിയിൽ എത്തുമ്പോൾ മാത്രം ടെൻഷൻ കൊണ്ട് കൂടുന്നവരുണ്ടാവും, വീട്ടിലെത്തുമ്പോൾ നോർമലായിരിക്കും. ഇങ്ങനെ വരുമ്പോൾ ഡോക്ടർക്കും രോഗിക്കും കൺഫ്യൂഷനാണ്, BP കൂടുതലുണ്ടോ ഇല്ല എന്നുള്ളത്. ഇത് കൃത്യമായിട്ട് കൺഫ്യൂഷൻ മാറ്റാനുള്ള ഒരു ടെസ്റ്റാണ് ആംബുലേറ്ററി BP മോണിറ്ററിങ്, ABPM. ഒരു BP കഫ് കയ്യിൽ കെട്ടിയിട്ട് വീട്ടിലേക്ക് വിടാണ്, ഒരു മെഷീന് ഘടിപ്പിക്കും. എന്നിട്ട് 24 മണിക്കൂർ ശരീരത്തിലെ BP ഈ മെഷീൻ നോക്കിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് ആൾക്ക് BP ഉണ്ടോ ഇല്ലേ എന്നുള്ളതും അതിന് മരുന്ന് വേണോ വേണ്ടേ എന്നുള്ള സുപ്രധാന തീരുമാനം എടുക്കാനും ഡോക്ടർക്ക് സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ ടെസ്റ്റുകൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും നമ്മുടെ ജീവൻ രക്ഷിക്കാവുന്ന ഇൻഫർമേഷൻ ഈ ടെസ്റ്റുകളിൽ നിന്നും നമുക്ക് പലപ്പോഴും ലഭ്യമാവും. അതുപോലെ തന്നെ കൃത്യമായൊരു ചികിത്സ പറഞ്ഞു കൊടുക്കാനും ഡോക്ടർമാർക്ക് സാധിക്കും. നിങ്ങളോട് ആരെങ്കിലും ഡോക്ടർമാർ ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ ടെസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകും.